പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠിച്ചിട്ടുള്ള കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിന്റെ 17ാമത് പ്രതിഷ്ഠാ മഹോത്സവം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠിച്ചിട്ടുള്ള കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിന്റെ 16ാമത് പ്രതിഷ്ഠാ മഹോത്സവം 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ വിവിധ ക്ഷേത്രാചാര പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവനം എന്നുള്ളത് ഈശ്വരപൂജയാണ്. അതിന് ഒരാളുടെയും പ്രശംസയോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. ആലപ്പുഴ ജില്ലയിൽ ഈ സാധനങ്ങളുടെ വിതരണത്തിൻ്റെ കേന്ദ്രം കായംകുളം ശ്രീരാമകൃഷ്ണ ആശ്രമമാണ്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ടൺ കണക്കിന് സാധനങ്ങൾ അദ്ദേഹം എത്തിച്ചു തന്നത്. നമ്മുടെ സമീപ ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂർ കേന്ദ്രമാക്കിയിട്ടാണ് നമ്മുടെ സേവന പ്രവർത്തനം നടന്നത്. അതുപോലെ പെരുമ്പാവൂര്, കോതമംഗലം, കുട്ടമ്പുഴ തുടങ്ങിയ വനപ്രദേശങ്ങൾ, എറണാകുളം നഗരം, വയനാട് ഇത്രയും സ്ഥലങ്ങളിൽ സ്വാമിജിയുടെ നേതൃത്വത്തിൽ 8 ഡോക്ടർമാരും ബാക്കി റിലീഫ് സംഘവും വൈറ്റ് ആർമി എന്ന് പറയുന്ന സേവന സംഘടന ഉൾപ്പെടെ ഇവിടെ വന്ന് സേവനം അനുഷ്ഠിച്ച് മടങ്ങി. നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനും ഇല്ല ജാതി മത കാലദേശ ഭേദം എന്ന ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ പിറവിയെടുത്ത പറയിവെട്ട പന്തിരുകുലത്തിൻ്റെ മാനവികതയുടെ മഹത്തായ സാഹോദര്യ ധർമ്മ സന്ദേശം ഭാരതത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പന്തിരുകുല സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് ധർമ്മഗുരുകുല ക്ഷേത്രത്തിന് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കാനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനുമായി 1300 വർഷം പഴക്കമുള്ള മഹാരാഷ്ട്രയിലെ കനേരി ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠത്തിന്റെ 49ാമത് മഠാധിപതി പൂജനീയ അദൃശ്യക്കാട് സിദ്ധേശ്വര മഹാരാജ് സ്വാമികൾ ഫെബ്രുവരി 4-ാം തീയതി രാവിലെ 9 മണിക്ക് കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിൽ എത്തും. ഉത്സവത്തിന്റെ 1-ാം ദിവസമായ ഫെബ്രുവരി 4-ന് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വെട്ടിക്കോട് ശ്രീ നാഗരാജ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പന്തിരുകുല ആധ്യാത്മിക സമ്മേളന നഗറിലേക്ക് താലപ്പൊലി, പഞ്ചവാദ്യം, മുത്തുക്കുട, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി കനേരി ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠാധിപതിയെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ ഘോഷയാത്ര കരിമുളയ്ക്കൽ മഹാജ്യോതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും രാവിലെ 10:30 ആരംഭിച്ച് 11:30 വെട്ടിക്കോട് സമ്മേളന നഗറിൽ എത്തും. തുടർന്ന് പന്തിരുകുലാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനം അദൃശ്യക്കാട് സിദ്ധേശ്വര മഹാരാജ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് നാരായണത്ത് പ്രാന്തൻ എന്ന കവിതയിലൂടെ പറയിവെറ്റ പന്തിരുകുലത്തിന്റെ ആത്മസത്തയെ മാനവ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച പ്രൊഫസർ വി മധുസൂദൻ നായർക്ക് മഹാജ്യോതിയുടെ നാമത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 2ാമത് ദിവ്യപ്രഭശ്രീ പുരസ്കാരം സമ്മാനിക്കും. സമ്മേളനവേദിയിൽ പന്തിരുകുല ഭജൻസ്, രാമായണം, താരാട്ടുപാട്ട് എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സാഗസംഘം രക്ഷാധികാരി അഡ്വക്കേറ്റ് KG മുരളീധരൻ ഉണ്ണിത്താൻ, മുഖ്യ കോർഡിനേറ്റർ സാഗസംഘത്തിന്റെ KT ബാബുലാൽ മണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചാരമൂട്.